ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ പാലക്കാട്ടേക്ക് പോവുകയാണ്. മോള് ഹോസ്റ്റൽ അഡ്മിഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ശനിയാഴ്ച ആയതുകൊണ്ട് കുഞ്ഞുമോൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രാവിലെ 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ചായയൊന്നും കുടിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് ഇനി ചായയൊക്കെ കുടിക്കണം. 10 മണിയുടെ മുൻപായിട്ടാണ് അവിടേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ കുറച്ച് വൈകിയിട്ടുണ്ട്. വണ്ടിയുടെ ടയറിലാണെങ്കിൽ കാറ്റ് കുറവാണ്. അപ്പോൾ ഇനി ടയറിൽ കാറ്റടിക്കാനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അവരൊക്കെ നെയ് റോസ്റ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ നൂലപ്പമാണ് കഴിക്കുന്നത്. അപ്പോൾ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ വണ്ടിയുടെ ടയറിൽ കാറ്റടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മോളുടെ കോളേജിൽ എത്താറായി. ചായ കുടിക്കാനും വണ്ടിയിൽ കാറ്റടിക്കാനൊക്കെ കയറിയത് കാരണം കുറച്ച് വൈകിട്ടാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഇനി വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിൽ പോയി അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവളുടെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം ഞങ്ങൾ റൂമൊക്കെ ഒന്ന് പോയി കണ്ടു. അപ്പോൾ അവർ ഫസ്റ്റ് ഇയറിൽ നിന്നിട്ടുണ്ടായിരുന്ന ഹോസ്റ്റലിൽ നിന്നും സാധനങ്ങളെല്ലാം ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇതുവരെ അവർ ഫ്രണ്ട്സ് 3 പേര് ഒരു റൂമിലായിരുന്നു. പുതിയ റൂമിലേക്ക് അവരുടെ കൂടെ 3 ഫ്രണ്ട്സും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിന്നിട്ടുണ്ടായിരുന്ന ഹോസ്റ്റലിൽ നിന്നും ഇനി സാധനങ്ങളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അവരെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം വണ്ടിയിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ വണ്ടിയിൽ വെക്കാൻ കഴിയുന്നിടത്തോളം സാധനങ്ങൾ അതിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ കയ്യിൽ പിടിച്ച് കൊണ്ടുപോവുകയാണ്. ആദ്യത്തെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോഴത്തെ ഹോസ്റ്റലും. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കയ്യിൽ പിടിച്ച് കൊണ്ടുപോവുകയാണ്. ഹോസ്റ്റൽ അഡ്മിഷന് വേണ്ടി ചെന്നവർക്കെല്ലാം അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന വഴി ആദ്യം കവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്. മോള് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളേജിൻ്റെ അടുത്ത് കാണാനുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പോകണമെന്ന്. മഴക്കാലമായതുകൊണ്ട് മഴ പെയ്ത് ആകെ ബുദ്ധിമുട്ടിലാകുമെന്ന് വിചാരിച്ചു. ഏതായാലും മഴയൊന്നും പെയ്തില്ല. ഞങ്ങൾ കവയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ദൂരെ കുറച്ച് പേര് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുന്ന വഴി മലമ്പുഴ റോക്ക് ഗാർഡനിൽ കയറി. ഇവിടുത്തെ കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു. ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് 25 രൂപയാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. ഈ ഒരു റോക്ക് ഗാർഡനിൽ ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് കാണാനായിട്ട്. എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. ഫോണിലെ ചാർജ് ആണെങ്കിൽ തീരാറായിട്ടുമുണ്ട്. ഇനി ഇവിടുന്ന് പോകുന്ന വഴിക്ക് മലമ്പുഴ കൂടെ ഒന്ന് കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റോക്ക് ഗാർഡനിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് ഞങ്ങൾ മലമ്പുഴ ഗാർഡനിലേക്ക് വന്നിട്ടുണ്ട്. കുഞ്ഞുമോള് ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. മോള് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇപ്പം അടുത്തൊന്ന് വന്നു പോയിട്ടേ ഉള്ളൂ. ഇവിടെ മലമ്പുഴ ഗാർഡനിലൊക്കെ ഒന്ന് ചുറ്റി ഡാമിന് മുകളിലൂടെയൊക്കെ ഒന്ന് നടന്നു വന്നപ്പോഴേക്കും സന്ധ്യയാവാറായി.
കുഞ്ഞുമോൾക്ക് റോപ്പ് വേയിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ടൈം ചോദിച്ചപ്പോൾ അത് 6:40 വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അതിൽ കയറാനൊന്നും നിന്നില്ല, ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. രാത്രിയിൽ പോരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉടൻ തന്നെ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.